വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ തന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകണം കേട്ടോ. പോന്നപ്പോഴത്തേക്ക് എന്തുണ്ടാക്കുക എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഉമ്മ തേച്ച് 22 മുട്ട ഉടച്ചൊഴിച്ച് വെച്ചേക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു എന്തുണ്ടാക്കാനാണെന്ന്. അന്നേരം ഉമ്മ പറഞ്ഞു നമുക്ക് പാലാട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പാലാട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈദയും മുട്ടയും ഏലക്കാപ്പൊടിയും പിന്നെ ഉപ്പും ഇതും ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം അതിനകത്ത് അപ്പച്ചട്ടിക്കകത്ത് കോരി ഒഴിക്കുക, അതിനകത്ത് നെയ്യ് തൂക്കിയിട്ട് പഞ്ചസാര ഇട്ടെടുക്കും. അതാണ് കേട്ടോ പാലാട. ഉമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ. അത്താഴക്കലവും അല്ലാതെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങൾ അതെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ നേരെ പോയത് മുറ്റത്തേക്കാട്ടോ. അവിടെ നമ്മുടെ കിളിക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ, അങ്ങനെ നേരെ ചെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ തലേദിവസം വെച്ച വെള്ളമൊക്കെ മാറ്റി വേറെ പുതിയ വെള്ളം വെച്ച് കൊടുത്തു, സീഡ് വെച്ച് കൊടുത്തു. തിന വെച്ച് കൊടുക്കുന്നില്ല, അവർ കഴിച്ചതിൻ്റെ ബാക്കി തിന ഇരിപ്പുണ്ട്. പിന്നെ അതെടുത്തൊന്ന് ഊതി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇക്കാലത്ത് ചോദിക്കുന്നത് നമ്മുടെ കോക്കട്ടയിൽ കുടത്തിനകത്ത് കയറി ഇരിപ്പുണ്ട്, മുട്ട ഇടാനാണോ എന്ന് ഞാൻ ചോദിക്കുവാണ്. അങ്ങനെ അതൊക്കെ ചോദിച്ച് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇക്ക പുറത്ത് നമ്മുടെ ഗപ്പീസിനൊക്കെ ഫുഡ് എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മുടെ റിച്ചുക്കുട്ടനെ ഞാൻ കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഹായ് പറയാൻ. അങ്ങനെ അവന് ഹായ് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഇക്ക പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെബിനിക്കായുമായിട്ട് ഇക്ക പണിക്ക് പോയി. പിന്നെ അതിന് ശേഷം ഞാൻ അകത്ത് വന്നപ്പോഴത്തേക്ക് റൈഹാനും എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈഹാനെ റിച്ചുവിനെ പല്ല് തേക്കാൻ പുറത്ത് നിർത്തിയതിന് ശേഷം ഞാൻ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുവാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇട്ട ബെഡ്ഷീറ്റ് അല്ലായിരുന്നു, അത് കാരണം. പിന്നെ റൈഹാന് ഫുഡ് കൊടുത്തു, പിന്നെ കുളിച്ചൊരുങ്ങി അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. വാപ്പാണേ റൈഹാനെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അതിനുശേഷം ഉമ്മ പുറത്തിരുന്ന് കപ്പ എറിയുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ അന്നേരം വിചാരിച്ചു കയ്യോടെ തുണിയൊക്കെ ഞാൻ കഴുകിയിട്ടേക്കാന്ന്. നല്ലൊരു മഴക്കാറുണ്ട്, പെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും തുണിയൊക്കെ കഴുകാമെന്ന്. ഞാൻ ഫസ്റ്റിലെ എൻ്റെ പുതിയ തുണികളൊക്കെ അങ്ങ് കഴുകി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലിടുന്ന തുണിയൊക്കെ കഴുകും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ എന്തായാലും ഞാൻ അതെല്ലാം കയ്യോടെ അതൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം നേരെ കഴുകിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ നമ്മുടെ റിച്ചുക്കുട്ടൻ കുളിക്കണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിച്ചുക്കുട്ടനെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ റിച്ചുക്കുട്ടൻ കരയുന്നുണ്ടായിരുന്നു. വേറെ ഒന്നിനും അല്ല, അവൻ്റെ ബെൽറ്റിൻ്റെ ബക്കിൾ പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു പൊട്ടിയതല്ല, അതിനകത്ത് നൂരിപ്പോയതാണെന്ന് പറഞ്ഞു. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടൊന്നും ആൾക്ക് സമാധാനമായിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ കുളിപ്പിച്ച് ഉടുപ്പിട്ട് കൊടുത്ത് തലമുടി ഇരുന്നുണ്ട്. പിന്നെ ഞാനിന്ന് തല നനച്ചിട്ടുണ്ടായിരുന്നു. പനി കയറിക്കൊള്ളോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അന്നേരം എൻ്റെ അടുത്ത് പറയുവാണ് ഉമ്മി എൻ്റെ പനിയൊക്കെ പോയി, എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഇന്നിനിപ്പോൾ സമയമില്ല, നാളെ തൊട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവനെ ഒരുക്കിയതിന് ശേഷം അവനാണെങ്കിൽ ദേ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അരിക്കും കേട്ടോ, അതിനകത്ത് എന്താണ്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ അവനെ ഒരുക്കിയതിന് ശേഷം വേണം കേട്ടോ ഞാൻ തുണിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റിനകത്ത്. ഇനി അത് കൊണ്ടുപോയി പെരയുടെ മുകളിൽ നമുക്ക് വിരിക്കണം. അങ്ങനെ എന്തായാലും ഞാൻ പെരയുടെ മേളിൽ കയറി നമ്മളെ തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അന്നേരം നല്ല മഴക്കാറും ഉണ്ട്, വെയിലും ഉണ്ട്. വെയിലിന് നല്ല ചൂടും ഉണ്ട് കേട്ടോ. അന്നേരം വാപ്പ വന്ന് പറയുവാണ് റിച്ചുക്കുട്ടൻ്റെ അടുത്ത് വെയിലത്ത് നിൽക്കുന്നത് എന്തിനാ, പനി പിന്നെയും കൂടത്തില്ലേന്ന്. എന്നിട്ട് ആൾ പോകുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ ഞാൻ താഴെ വന്നപ്പോഴത്തേക്ക് ഉമ്മ മീൻ വെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് ചാരമൊക്കെ വാരി ഒരു കിറ്റിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ പാദമൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി. നമുക്കിന്ന് ചോറ് വെക്കണം, ചോറ് ഫ്രിഡ്ജിലുണ്ട്. ഞങ്ങൾ വരുമെന്നും പറഞ്ഞ് ഇന്നലെ ഉമ്മ തോനെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചോറ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നത് കാരണം ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചില്ല ഇവിടുന്ന്. അന്നേരം ആ ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അന്നേരം അത് ആവി കയറ്റിയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പാചകമൊക്കെ തുടച്ചതിന് ശേഷം കുടിവെള്ളവും വെച്ചു, കപ്പയും വേവിക്കാനായിട്ട് വെച്ചു. അത് വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് തേങ്ങ തിരുകാനാണ്. നമുക്കിന്ന് കപ്പയ്ക്കും വേണം, പിന്നെ നമ്മൾ മുരിങ്ങയിലക്കറിയും വെക്കുന്നുണ്ട്. അങ്ങനെ രണ്ടിനും തേങ്ങ ഒക്കെ തിരുകി ഞാൻ മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴത്തേനും മുളക് കറി വെക്കാനുള്ളതൊക്കെ അടുപ്പിലാക്കുന്നുണ്ട് കേട്ടോ. ഉലുവായും നമ്മുടെ കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അരച്ചെടുത്ത് അങ്ങനെ കറി വെക്കാമെന്നാണ് കേട്ടോ കരുതുന്നത്. അങ്ങനെ അത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ കപ്പ അവിടെ കിടന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പയൊക്കെ ഒന്ന് കോരി നോക്കി വെന്തോ ഇല്ലയോ എന്ന്. അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പയ്ക്കുള്ള അരപ്പൊക്കെ സെറ്റാക്കി അവിടെ വെച്ചതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് നമ്മുടെ പാചകവും നമ്മുടെ ഗ്യാസിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പുറത്തല്ലേ കുക്ക് ചെയ്യുന്നത്, അത് കാരണം നമ്മുടെ
അകത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ, അന്നേരം ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാമല്ലോ. അപ്പോഴത്തേനും നമുക്ക് കപ്പയ്ക്ക് അരപ്പ് ഇടാം. ഒന്നുകൂടി ഇച്ചിരി കൂടെ വേവാനുണ്ടായിരുന്നു കപ്പ ഞാൻ നോക്കിയപ്പോൾ. അങ്ങനെ എന്തായാലും ഞാൻ ക്ലീൻ ചെയ്തിട്ട് നേരെ കപ്പയ്ക്ക് അരപ്പിടാനായിട്ട് പോയി. അങ്ങനെ കപ്പയ്ക്ക് അരപ്പൊക്കെ ചേർത്തു. അപ്പുറത്ത് ഇപ്പം മുളക് കറി വെക്കാൻ ഉമ്മ കലക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് മുരിങ്ങയിലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ചോറെടുത്ത് കപ്പയും ഇച്ചിരി ഒഴിച്ച് കറി പിന്നെ 2 മീനും കൂടെ എടുത്ത് റിച്ചുകുട്ടന് വാരി കൊടുക്കുക. റിച്ചുകുട്ടൻ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അത് കഴിച്ചില്ല. പിന്നെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉമ്മായും വാപ്പായുമായിട്ട് പോത്തിന് വെള്ളം കൊടുക്കാനായിട്ട് പോയി. ഞാൻ പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇക്ക ഫുഡ് കഴിക്കാനായിട്ട് വരും. ഞാൻ പിന്നെ തൂക്കുന്ന സമയത്താണ് വരുന്നതെങ്കിലും അതുകൊണ്ട് ഞാൻ നേരത്തെ ഫുഡും കാര്യങ്ങളും വിളമ്പിച്ചു. പിന്നെ ഇക്ക വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നമ്മുടെ അടുക്കളയെല്ലാം തൂത്തുവാരി. പിന്നെ വൈകിട്ടത്തേക്കുള്ള പച്ചരി ഞാൻ കയ്യോടങ്ങ് കഴുകി മാറ്റി വെച്ചു കേട്ടോ. നമ്മൾ വൈകിട്ട് പച്ചരി അരച്ച് വെക്കാമെങ്കിൽ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പമല്ലേ. അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ പച്ചരി എല്ലാം അങ്ങ് കഴുകി മാറ്റി വെച്ചതിന് ശേഷം നേരെ പോയത് പെരയുടെ മേളിലോട്ടാട്ടോ. ടെറസിൻ്റെ മണ്ടയ്ക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട്, പെയ്താലോ എൻ്റെ തുണി മൊത്തം നനഞ്ഞു പോകത്തില്ല. പെട്ടെന്ന് തന്നെ ഞാൻ മേളിൽ കയറി തുണിയെല്ലാം പറക്കി ബാക്കിയെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇക്കാടേയും റിച്ചുവിൻ്റെയും ഒരു 2 പാൻറ് ഉണങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ പുറത്ത് എടുത്തിട്ടതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് കട്ടൻ ചായ കുടിച്ചു എല്ലാവരും കൂടി ഇരുന്ന്. അതിനുശേഷം വൈകുന്നേരം ഞാൻ എന്ത് പച്ചരി അരച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട്, മഴയും പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.